നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. അതുപോലെ അപ്ഡേറ്റഡ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്കിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അപ്ഡേറ്റഡ് റിട്ടേൺ ചെയ്യാൻ പോയ പലർക്കും അറിയാം, നമുക്ക് അഡീഷണൽ ഇൻകം ഡിസ്ക്ലോസ് ചെയ്താലാണ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിലൊരു ചെറിയ അപ്ഡേറ്റഡ് റിട്ടേണിൽ 2 കാര്യങ്ങൾ വന്നിരിക്കണമെന്ന് വെച്ചാൽ 2 ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്. പക്ഷേ എപ്പോഴും ഈ അപ്ഡേറ്റഡ് റിട്ടേണിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ്, ഈ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ കൈക്കോട്ടിൻ്റെ സ്വഭാവമാണ്. അതായത് ഇങ്ങോട്ട് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുക. അതായത് അങ്ങോട്ട് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 കൊല്ലത്തെ റിട്ടേണൊക്കെ ഫയൽ ചെയ്യാം. ഇനി ഇങ്ങോട്ട് തരാനുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ TDS ഒക്കെ മിസ്സായി പോയ ആളുകളില്ലേ, അവർ വരാറുണ്ട്. അവർ പറയും, അതായത് ഞങ്ങൾക്കിത് എങ്ങനെയെങ്കിലും കിട്ടാനുള്ള സാധ്യത വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയൊരു പ്രൊവിഷനുകളൊക്കെ, അതായത് ഇപ്പോൾ പഴയ ആക്ട് ആണെന്നുണ്ടെങ്കിൽ 119(2)B പ്രകാരം കമ്മീഷണർക്ക് പെർമിഷൻ കൊടുക്കണം, അങ്ങനെ എന്നുണ്ടെങ്കിൽ ജെനുവിൻ റീസൺ ആവണം, ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പൈസ കിട്ടാനുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങോട്ട് അടയ്ക്കാനായിട്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ 4 വർഷത്തോളം വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം, അങ്ങോട്ട് ടാക്സ് അടയ്ക്കാം. അപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇൻകം കൂട്ടി കാണിച്ചുകൊണ്ട് വേണമെങ്കിൽ അപ്ഡേറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും എന്നർത്ഥം. അങ്ങനെയായിരുന്നു സെക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ വേറെ ഒരു തരത്തിൽ അതിൻ്റെ തന്നെ വേറൊരു വെർഷൻ. ഇൻകം കൂട്ടി തന്നെയാണ്, പക്ഷേ ഒരു ബിസിനസ് ലോസിൽ, നേരത്തെ ഒരു ബിസിനസ് ലോസിലാണ് നമ്മൾ ഫയൽ ചെയ്തിരുന്നത്. അപ്പൊ ബിസിനസ് ലോസ് ഇപ്പൊ കുറഞ്ഞു, അതായത് നമ്മളൊരു ഇൻകം ഓഫർ ചെയ്യാൻ വിട്ടുപോയി, എഫക്റ്റീവ്ലി ഇൻകം കൂടുതൽ തന്നെ എഫക്റ്റീവ്ലി. അപ്പൊ നമുക്ക് ആ ലോസ് റിട്ടേൺ ആയാൽ കൂടി ആ ഇൻകം ടാക്സ് റിട്ടേൺ, അതായത് നമുക്ക് ലോസ് റിട്ടേൺ ആയാൽ പോലും നമ്മുടെ ലോസ് 20 ലക്ഷമാണ്. അപ്പൊ നമ്മൾ പറയാണ് ഇനി എന്റെ ലോസ് 10 ലക്ഷം ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എഫക്റ്റീവ്ലി ഇൻകം കൂടിയ പോലെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെൻസ് കുറഞ്ഞു എന്നർത്ഥം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ലോസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ലോസ് കുറച്ച് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാം. അപ്പം അങ്ങനൊരു ഇതും കൂടി വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്ഡേറ്റഡ് റിട്ടേൺ മുമ്പ് നമുക്ക് പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്താൽ അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ അതിലും ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവൺ ദോ ഒരു പ്രൊസീഡിങ്സ് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവാം, എന്നാൽ പോലും അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം. പക്ഷെ വേറൊരു കാര്യം കൂടി ഉണ്ട്, അത് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്തത് കൊണ്ട് നിങ്ങളുടെ അഗേൻസ്റ്റുള്ള നോട്ടീസ് ഒന്നും മാറുമെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ അവർക്ക് അവരുടെ അസസ്മെന്റ് പ്രൊസീഡിങ്സ് പോലെ തന്നെ പോയി അസസ് ചെയ്ത് അതൊക്കെ തീരുമാനിക്കാം. പക്ഷെ നോട്ടീസ് വന്നിട്ടാണ് അപ്ഡേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അഡീഷണൽ, നേരത്തെ തന്നെ അപ്ഡേറ്റഡ് റിട്ടേൺ അഡീഷണൽ ടാക്സ് ഉണ്ട്, 25% സ്ലാബ് മുതൽ തുടങ്ങുന്നുണ്ട്. അതിൽ നിന്ന് പ്ലസ് ഒരു 10% കൂടി അഡീഷണൽ ടാക്സ് അടച്ചിട്ട് വേണം. അതായത് ഇപ്പൊ 25 എന്നുള്ളത് 35 ആവും, 50 എന്നുള്ളത് 60 ആവും, 70, 80 ആവും, അങ്ങനെ പോകുന്ന അർത്ഥം. അപ്പൊ നമുക്കൊരു പ്രൊസീഡിങ്സ് വന്നാൽ പോലും വേണമെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് റിട്ടേൺ ഇനി ഫയൽ ചെയ്യാന്നർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റീഫണ്ട് ഒരു ടൈം ലിമിറ്റ് ഗവൺമെന്റ് വെച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡ്യൂ ഡേറ്റ് ഉണ്ട്, ടാക്സ് അടയ്ക്കാൻ ഡ്യൂ ഡേറ്റ് ഉണ്ട്, ഇങ്ങോട്ട് കിട്ടേണ്ട പൈസക്ക് ഒരു ഡ്യൂ ഡേറ്റും ഇല്ല. അത് വളരെ ഡ്യൂ ഡേറ്റ് ഇല്ല എന്നല്ല, വളരെ കൃത്യമായിട്ടുള്ളൊരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിം കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജെനുവിൻ ഹാർഡ്ഷിപ്പ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കമ്മീഷണർക്കൊക്കെ മാപ്പപേക്ഷ കൊടുത്തിട്ടൊക്കെ വേണം. റിട്ടേൺ ഫയൽ ചെയ്ത് കേസിൽ കൂടി
റീഫണ്ട് ഇഷ്യൂ വളരെ ഡിലേ ആയിട്ടൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് മോർ ദാൻ 50,000 ഒക്കെ റീഫണ്ട് ഉള്ള ആളുകളുടെ കഴിഞ്ഞ വർഷം ഫയൽ ചെയ്ത ആളുകൾക്ക് ഇപ്പോഴും റീഫണ്ട് പല ആളുകൾക്കും കിട്ടിയിട്ടൊന്നുമില്ല. ചെറുകിട റീഫണ്ടുകളൊക്കെ സ്പീഡി ഡിസ്പോസലും വലിയ എമൗണ്ട് റീഫണ്ട് ഉള്ളവരുടെ ഹോൾഡ് ചെയ്ത് വെക്കലുമാണ്. എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം കൂടി ഉള്ളതെന്ന് പറയുന്നത് കുറച്ചൊരു നേരത്തെ റിട്ടേൺ ഫയൽ ചെയ്ത ആളുകൾക്ക് കുറച്ച് നേരത്തെ കിട്ടാറുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ജൂണിലൊക്കെ നമ്മളെ ഫോം ഇറങ്ങി, അപ്പോൾ ആ സമയത്തൊക്കെ റിട്ടേൺ ഫയൽ ചെയ്ത ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് കുറച്ച് പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്നതായിട്ട്, റീഫണ്ട് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് ഒക്കെ ഫയൽ ചെയ്ത ആളുകൾക്ക് കുറേ ലേറ്റായിട്ടൊക്കെ തന്നെയാണ്, അങ്ങനെയാണ് കണ്ടുവരുന്നത്. അതെ, ഇപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കാൻ വൈകിയാൽ അഡീഷണൽ ഫീസ്, ഇൻട്രസ്റ്റ് ഫസ്റ്റ്, ദെൻ അഡീഷണൽ അപ്ഡേറ്റഡ് റിട്ടേൺ, അഡീഷണൽ ഫീസ്. ഇപ്പൊ പറയണത് വീണ്ടും അസസ്മെന്റ് നോട്ടീസ് വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണേ വീണ്ടും ഒരു 10% അഡീഷണൽ ഇത്. പക്ഷെ റീഫണ്ടിന്റെ കേസിൽ നോർമൽ സ്ലാബിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ എന്നറിയില്ല, നമ്മളുടെ പല ആളുകളും എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷണേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ April 1, 2026 മുതൽ വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു April 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട് എന്ന്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി, പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനൊരു കാര്യം ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. April തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത്, ഇവൻ പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയായാലും ജോയിൻ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ AI ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, AI ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്ന മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.